പല ചോദ്യങ്ങൾക്കും നമ്മൾ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടണമെന്നില്ല. പല പ്രാർത്ഥനകൾക്കും ഉദ്ദേശിക്കുന്ന പോലെ ആൻസർ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പക്ഷെ കാലം തെളിയിക്കും ദൈവം നടത്തിയതെല്ലാം നന്മയായിരുന്നു എന്ന്. നമ്മൾ ചോദിക്കുമ്പോൾ ചോദിക്കുന്ന സമയത്തിന് എല്ലാത്തിനും ഉത്തരം കിട്ടണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. കുറേയൊക്കെ നമ്മൾ തളർന്നിരിക്കും, വിഷമിച്ചിരിക്കും. പക്ഷെ കുറേ കഴിയുമ്പോൾ കാലം തെളിയിക്കും ദൈവം വഴി നടത്തിയതെല്ലാം നന്മയായിരുന്നെന്ന്. ഞാനൊരു ഉദാഹരണത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം ഒന്നെടുത്തേ. പുറപ്പാട് 23 20-ാമത്തെ വചനം. പുറപ്പാട് 23 20-ാമത്തെ വചനം. പുറപ്പാട് 23 20-ാമത്തെ വചനം. ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. ആരെ അയക്കണേ? ആ ഒരു ദൂതനെ ഇസ്രായേൽ ജനത്തിന് മുന്നിൽ ദൈവം അയക്കുന്ന കാര്യം ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു, അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഇതൊക്കെ വചനം പറയുന്ന ഉറപ്പാണ്. ഇസ്രായേലിന് മോശയ്ക്ക് ദൈവം കൊടുക്കുന്ന ഉറപ്പാണ്. എന്ത്? നിങ്ങൾക്ക് മുമ്പേ ഒരു ദൂതനെ ഞാൻ അയക്കും. ആ ദൂതൻ അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. എന്നൊക്കെ എന്തൊരു ഉറപ്പാ നോക്കിക്കേ. വചനം കൊടുക്കുന്ന ഉറപ്പാ. നിനക്ക് മുമ്പേ ഒരു ദൂതനെ ഞാൻ അയക്കും, നിന്റെ വഴികളിൽ നിന്നെ ഞാൻ കാക്കും, നിന്നെ എത്തേണ്ട സ്ഥലത്ത് ഞാൻ എത്തിക്കും. ഇത് ഉറപ്പാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഗ്ദാനങ്ങൾ എന്ന അതിന്റെ തലക്കെട്ട്. 20-ാം വചനം തുടങ്ങുന്നതിന്റെ തലക്കെട്ട് വാഗ്ദാനങ്ങൾ എന്ന. ആരുടെ വാഗ്ദാനമാണ്? ആരുടെ വാഗ്ദാനമാണ്? ആ ദൈവത്തിന്റെ വാഗ്ദാനം, ഇസ്രായേൽ ജനതയ്ക്കുള്ള ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കും. പറഞ്ഞേ, ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറയുമ്പോഴൊക്കെ ആ അനുഭവം നമുക്ക് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ ദൈവം നമുക്ക് മുമ്പേ ഒരു അയക്കുമായിരിക്കോ? ഒരു ബോധ്യം ഉണ്ടെങ്കിൽ പറയൂ, എനിക്ക് മുമ്പേ. കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ചേ. എനിക്ക് മുമ്പേ ഒരു ദൂതനെ എന്റെ ദൈവം എനിക്ക് വേണ്ടി അയക്കും. ഇത് നമ്മുടെ വിശ്വാസം കേട്ടോ. എന്താ നമ്മുടെ വിശ്വാസം? പറഞ്ഞേ, എനിക്ക് മുന്നേ ഒരു ദൂതനെ ദൈവം അയക്കും. എന്നിട്ട് അടുത്ത വചനം ഇതാണ്, അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. എന്റെ വഴിയിൽ ചേർന്ന് പറഞ്ഞേ, എന്റെ വഴിയിൽ അവൻ എന്നെ കാത്തുകൊള്ളും. ലക്ഷ്യസ്ഥാനത്ത് അവൻ എന്നെ എത്തിക്കും. എനിക്ക് മുമ്പേ ദൈവം തന്റെ ദൂതനെ അയക്കും. എന്റെ വഴികളിൽ അവൻ എന്നെ കാത്തുകൊള്ളും. എന്റെ ലക്ഷ്യസ്ഥാനത്ത് അവൻ എന്നെ എത്തിക്കും. ഹല്ലേലൂയ. ഇത് നമ്മുടെ വിശ്വാസം കേട്ടോ. കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞോ. ഇനി 27-ാമത്തെ വചനം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 27-ാമത്തെ വചനം. 27. നീ ചെന്നെത്തും മുൻപേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും. നീ നിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുക. പക്ഷെ നീ ചെന്നെത്തുന്നതിന് മുമ്പേ, ഇത് ദൈവം എല്ലാം മുൻകൂട്ടി കണ്ട് ഒരുക്കുക. നീ ചെന്നെത്തുന്നതിന് മുമ്പേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും. നിന്റെ ശത്രുവായിട്ട് നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയക്കും. എന്നെ ആരെ? ദൈവത്തെ. നമ്മളെ ഒന്നും ആർക്കും പേടിയൊന്നുമില്ല. പക്ഷെ ആരെ പേടിക്കും? ദൈവത്തെ. നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന നിന്റെ ശത്രുക്കൾ ദൈവത്തെ പേടിക്കാൻ ദൈവം ഇടവരുത്തും. ഒന്ന് കരം പിടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ശക്തിയോടെ കൈകളടിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇടയാക്കും. അവരിൽ സംഭ്രമം ജനിപ്പിക്കും. നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും. അപ്പൊ നീ ചെന്നെത്തുന്നതിന് മുമ്പേ നീ പെറ്റുപെരുകേണ്ട നാട്, നിന്റെ ശത്രുക്കളിൽ ഞാൻ ഭയമുളവാക്കും. ഇത് ദൈവം തരുന്ന വാഗ്ദാനം. പക്ഷെ ഇനി ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് 29-ാമത്തെ വചന. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. പ്രധാനപ്പെട്ട വചനഭാഗമാണേ. ഹലോ, റെഡിയാണോ? വായിച്ചോട്ടെ. ഏത് പുസ്തകം വായിച്ചോണ്ടിരിക്കണേ ഇപ്പൊ? ബൈബിളാന്ന് ഉറപ്പാണ്. ബൈബിളില് പുറപ്പാട് പുസ്തകത്തില് 23-ാമത്തെ അധ്യായത്തില് ഇപ്പൊ വായിക്കാൻ പോണ വചനം 23
29 ഇപ്പൊ വായിക്കുമ്പോ പുറപ്പാട് 23:29 വായിച്ചേ. എന്നാൽ ഒറ്റ വർഷം കൊണ്ട് അവരെ നിന്റെ മുമ്പിൽ നിന്ന് തുടച്ചു മാറ്റുകയില്ല. നീ ചെന്ന് ഒറ്റ വർഷം കൊണ്ട് പെട്ടെന്ന് നിന്റെ മുമ്പിൽ നിന്ന് നിന്റെ ശത്രുക്കളെ അങ്ങട് തുടച്ചു മാറ്റുകയില്ല. നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ ചെല്ലുമ്പോ തന്നെ എല്ലാ പ്രതിസന്ധി എല്ലാ പ്രശ്നവും തീർത്തിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് അല്ലേ, ഒരു പ്രശ്നവും ഇല്ല, ഒരു ടെൻഷനും ഇല്ല, ഒരു ആകുലതയില്ല, നമ്മളങ്ങ് ഫ്രീ ആകണം, ഇത് ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവം പറയുകയാണ്, എന്നാൽ ഒറ്റ വർഷം കൊണ്ട് അവരെ നിന്റെ മുമ്പിൽ നിന്ന് തുടച്ചു നീ മാറ്റുകയില്ല. ചെല്ലുന്ന നാട്ടില് നിന്റെ ശത്രുക്കളെ ഒറ്റ വർഷം കൊണ്ട് ഞാൻ തുടച്ചു മാറ്റില്ല. അതെന്തോന്ന് ദൈവ അല്ലേ? നമ്മൾ നല്ല ദൈവമാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ആ നാട്ടിലുള്ള നമ്മുടെ ശത്രുക്കളെ എല്ലാം നീക്കി കളയണം. വേണ്ടേ? പക്ഷെ ദൈവം പറയുക, ഒറ്റ വർഷം കൊണ്ട് നിന്റെ ശത്രുക്കളെ എല്ലാം ഞാൻ നീക്കി കളയുകയില്ല. അതെന്തോന്ന് ദൈവം അത്? ഈ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് വീട് വെക്കാൻ തരണോട്ടാ, ഒരു ഗഡു തന്നു, കുറച്ച് അടുത്ത ഗഡു തന്നു, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഗഡു തന്നു. ഇത് ഒന്നിച്ച് തന്നായിരുന്നെങ്കിലോ? ഒന്നിച്ച് തന്നാൽ പുട്ടും കടലടിച്ച് തീർക്കും എന്നുള്ളത് സർക്കാരിനറിയാം. അതുകൊണ്ടാണ് ഗഡുക്കളായിട്ട് തന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വായിച്ചേ. എന്നാൽ ഒറ്റ വർഷം കൊണ്ട് അവരെ നിന്റെ മുമ്പിൽ നിന്ന് തുളച്ചു മാറ്റുകയില്ല. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കാൻ പോണേ നോക്കിക്കോ. നീ ചെല്ലുമ്പോഴത്തേക്കും നീ ചെല്ലുന്ന നാട്ടില് കാര്യം നിനക്ക് മുമ്പേ ദൂതനെ അയക്കും. അവൻ വഴികളിൽ നിന്റെ കൂടെ ഉണ്ടാകും, നിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്യും. വാഗ്ദാനമാണ്. പക്ഷെ ചെന്ന് കഴിയുമ്പോൾ ഒറ്റയടിക്ക് നിന്റെ ശത്രുക്കളെയൊന്നും അവിടുന്ന് മാറ്റിയിട്ടുണ്ടാകില്ല. അങ്ങനെ ഒറ്റയടിക്ക് നിന്റെ ശത്രുക്കളെ മാറ്റിയ എന്താ സംഭവിക്കാൻ പോണേ? നാട് വിജനമാവുകയും നിനക്ക് ഉപദ്രവകാരികളായ വന്യമൃഗങ്ങൾ പെരുകുകയും ചെയ്യും. നീ അന്യനാട്ടിൽ ചെന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ നിന്റെ ശത്രുക്കളെ എല്ലാം ഒറ്റയടിക്ക് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ അത്രയും സ്ഥലം വിജനമായി അല്ലേ? നിനക്ക് താമസിക്കാനുള്ള സ്ഥലം കഴിഞ്ഞിട്ട് ബാക്കി ഇഷ്ടം പോലെ സ്ഥലം ഇങ്ങനെ വിജനമായി കിടക്കും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഉപദ്രവകാരികളായ വന്യമൃഗങ്ങൾ പെരുകുകയും ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യണത്? വായിച്ച്. നീ വർദ്ധിച്ച് നാട് കൈവശപ്പെടുത്തുന്നതിനനുസരിച്ച്. പ്രധാനപ്പെട്ടതാ, നീ വർദ്ധിച്ച്. നിന്റെ എണ്ണസംഖ്യ ഇത്രയും പോരാ, നീ വർദ്ധിച്ച് നാട് കൈവശപ്പെടുത്തുന്നത് അനുസരിച്ച് അവരെ നിന്റെ മുമ്പിൽ നിന്ന് അവരെ നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പുറന്തള്ളിക്കൊണ്ടിരിക്കും. ഇത് ഒറ്റ പ്രഭാതത്തിൽ നടക്കണതല്ല, ഞാൻ പുറന്തള്ളിക്കൊണ്ടിരിക്കും. തുടർച്ചയാ, ഒരു കണ്ടിന്യൂസ് ടെൻസാ, നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയുവാണെങ്കിൽ, ഞാൻ ചെല്ലാൻ പോണ നാട്, അവിടെ 100 മനുഷ്യരുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് 10 പേരുടെ ഒരു ഗ്രൂപ്പാണ് പോണത്. 10 പേരുടെ ഒരു ഗ്രൂപ്പ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ 100 പേര് എൻ്റെ ശത്രുക്കളാ. ഒറ്റയടിക്ക് ആ 100 പേരെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടിൽ മൊത്തം എത്ര പേരുണ്ട്? 10 പേരേ ഉള്ളൂ അല്ലേ? ഒരുപാട് സ്ഥലം വെറുതെ കിടക്കുക. ആ സ്ഥലമൊക്കെ വന്യമൃഗങ്ങൾ കയറി കൂടുകൂട്ടും. എന്നിട്ട് അവൻ നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങും. അതുകൊണ്ട് എന്ത് ചെയ്യുക? നീ ചെന്നിട്ട് ഒറ്റയടിക്ക് 100നെ ഞാൻ മാറ്റില്ല. നീ ചെന്നിട്ട് ഈ 10 എന്നുള്ളത് അവിടെ കൃഷി ചെയ്ത് അവിടെ ജീവിച്ച് ആ കഷ്ടപ്പാടിലൂടെ എല്ലാം കടന്നുപോയി ജീവിച്ച് വളർന്ന് 10 പെരുകി 20ആയി 30ആയി 40ആയി നീ പെരുകുന്നത് വർദ്ധിക്കുന്നതനുസരിച്ച് ശത്രുക്കളെ നീക്കി അവസാനം നിന്റെ സ്വന്തം നാടായിട്ടത് മാറും. ഞാൻ ഈ പറഞ്ഞ് മനസ്സിലായോ? വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുന്നത്, ദൈവം വിജയത്തിന്റെ തുറമുഖത്തെത്തിക്കുന്നത് ഒരു പ്രഭാതത്തിൽ ഒരു മാജിക് കാണിക്കുന്നത് പോലെയല്ല, അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിക്കുന്നത് പോലെയല്ല. ലോട്ടറി അടിക്കുന്നു, കണ്ണടച്ചു തുറന്ന് പിറ്റേ ദിവസം ലോട്ടറി അടിച്ചു, ധനവാനായി. ഒറ്റ ദിവസത്തിൽ പത്രത്തിൽ ഒരു നമ്പർ വന്നതിന്റെ പേരില് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളവനായിട്ട് മാറി. അങ്ങനെ ഒരു പരിപാടിയല്ല ദൈവം ഒരു ആത്മാവിനെ വഴി നടത്തുന്നത്. ഒരു വിത്ത് വിതയ്ക്കുന്നത് പോലെയാ. സ്ഥലം ഒരുക്കണം, വിത്ത് വിതയ്ക്കണം, ജലം കൊടുക്കണം, വളം കൊടുക്കണം, കള പറിക്കണം, വളർത്തിക്കൊണ്ട് വരണം, ശത്രുവിൽ നിന്ന് സംരക്ഷിക്കാൻ കോട്ട കെട്ടണം, വേലി കെട്ടണം, വളർന്നു വന്ന് അത് കൊയ്തെടുക്കണം. ഒരു വിത്ത് വളർന്ന് ഒരു വൃക്ഷമായി ഫലമായി അതിന് ഒരുപാട് പ്രൊസീജിയറുണ്ട്. പെട്ടെന്ന് നടക്കുമോ? ഇല്ല.
പക്ഷെ ഈ തിരക്കിന്റെ ലോകത്ത് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണം. ആത്മീയതയിലേക്കും അതേ സ്പീഡ് കയറി വരുന്നുണ്ട് പ്രിയമുള്ളവരെ. പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ആത്മീയതയ്ക്കാണ് പ്രസക്തിയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് നടത്തി തരുന്ന ആത്മീയതയ്ക്ക് ഈ കാലഘട്ടത്തിൽ പ്രസക്തിയുള്ളൂ. ലോകത്തിന്റെ തിരക്കും സ്പീഡും നമ്മുടെ ആത്മീയതയിലേക്കും കയറി വന്നു എന്നുള്ളതാ. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്ക് തന്നെ അറിയാം, പണ്ടത്തെ പോലെ നമ്മൾ ആരും അങ്ങനെ ഒരുപാട് അധ്വാനിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യാനൊന്നും ആഗ്രഹിക്കത്തില്ല. അമ്മച്ചിമാരെ, അടുക്കളയില് അരകല്ലൊക്കെ ഉണ്ടോ ഇപ്പോഴും? അരകല്ല് ഉണ്ടോ? അരക്കാറൊക്കെ ഉണ്ടോ ഇപ്പൊ? എവിടെ അച്ഛാ, എവിടെ നിന്ന് സമയം? മിക്സി അല്ലേ ഉള്ളേ, ഇട്ടു 2 കുത്തു കുത്തി സംഭവം റെഡിയാക്കി കിട്ടിയില്ലേ? ആരെ കൊണ്ട് പറ്റൂ കല്ലെടുത്ത് അരയ്ക്കാൻ? അല്ലേ അല്ലേ? ഇത് കുറ്റമല്ല കേട്ടോ, ഞാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു കാര്യം പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഈ എനിക്ക് വലിയ അറിവില്ല കേട്ടോ ഈ കാര്യത്തിൽ, നിങ്ങൾ പറഞ്ഞാൽ കേട്ടിട്ടേ ഉള്ളൂ. അരകല്ലിൽ അരയ്ക്കുന്ന അരപ്പിനാണോ മിക്സിയിൽ അരയ്ക്കുന്നതിനാണോ ടേസ്റ്റ് കൂടുതൽ? അങ്ങനെയാണോ? അല്ല, അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശരിയാണെന്ന് എനിക്കറിയില്ല, നിങ്ങളാണല്ലോ ചെയ്യണേ. ശരിയാണോ? എന്തോ അപ്പം അരകല്ല് അരയ്ക്കുന്നതിന് എന്തോ പ്രത്യേകത ഉണ്ടല്ലേ? ഇത്തിരി ടേസ്റ്റൊക്കെ കൂടെ ഉണ്ടല്ലോ. എന്നാലും ഇതൊക്കെ നമുക്കറിയാം. എന്നാലും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ, എൻ്റെ അച്ഛാ, ഈ കൈക്കും കാലിനും നടുവിനും ഒക്കെ പറ്റാണ്ടിരിക്കണ ഈ കാലഘട്ടത്തിൽ എന്തോന്ന്, ആകെ വീട്ടിൽ 2 പേരേ ഉള്ളൂ. ഇനി അതിന് വേണ്ടിയിട്ട് അരകല്ലേൽ ഈ നമ്മുടെ ലോകം എല്ലാ തരത്തിലും മാറി കേട്ടോ, എല്ലാ തരത്തിലും. അതെ, നമുക്കൊരു സാധനം ആരെ കൊണ്ടുണ്ട് പറമ്പ് കളച്ച് കൃഷി ചെയ്ത് ഒരു സാധനം ഉണ്ടാക്കി കഴിക്കാനായിട്ട്? എല്ലാ സാധനവും ഇപ്പോൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മളൊരു സാധനം കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മക്കൾക്ക് തിന്നാനുള്ളതെന്ന ബോധ്യത്തോടെ നല്ലതേ ചെയ്യുള്ളൂ. ആണോ? ഇനി മാർക്കറ്റിൽ ഇത് കൊണ്ടുവരുന്നവൻ, ഇത് മേടിച്ചു കൊണ്ടുപോകണ്ട, അവനും അവൻ്റെ മക്കളും തിന്ന് ആനന്ദിക്കട്ടെ, സന്തോഷിക്കട്ടെ എന്ന് കരുതിയാണോ ഉണ്ടാക്കണേ? അവനെങ്ങനെ 4 കിലോ കൂടുതൽ തൂക്കം കിട്ടും? എങ്ങനെ ഇത്തിരിയോടെ നല്ല സാധനം കൊടുക്കാം, വിലയുള്ളത് കൊടുക്കാം? ഇത് അവൻ നോക്കിക്കൊണ്ടിരിക്കണേ അല്ലേ? ആണോ? അതെ. അപ്പോൾ പ്രിയമുള്ളവരെ, പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ ഉദാഹരണമൊന്നും കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. പറഞ്ഞു വന്ന് ലോകം ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്തുന്നതിൻ്റെ പിന്നാലെ ഞാനും നിങ്ങൾ അതിൻ്റെ അകത്ത് പെട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ അത് നമുക്ക് മാറ്റമൊന്നുമില്ല. ഞാനും അതിൻ്റെ അകത്ത് പെട്ടയാളാ, നിങ്ങളും അതിൻ്റെ അകത്ത് പെട്ടയാളാ. നമുക്ക് സമയം കളഞ്ഞൊരു കാര്യം ചെയ്യാനല്ല, എളുപ്പത്തിൽ കാര്യം ചെയ്യുക. എല്ലാ കാര്യങ്ങളും അതെ. പണ്ട് നമ്മൾ കടയിൽ നിന്ന് മീൻ മേടിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ വന്ന് കഴുകി വൃത്തിയാക്കി നമ്മളതിനെ ഉണ്ടാക്കുമ്പോൾ ഇപ്പം അതും മാറി. നമ്മൾ ഇത്തിരി പൈസ കൂടുതൽ കൊടുത്താലും കടയിൽ നിന്ന് വെട്ടി റെഡിയാക്കി തന്നു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് കറി വയ്ക്കാം അല്ലേ? ചിലർ സംശയിക്കുക, അച്ഛൻ ഇപ്പോൾ വചനം പറയാമെന്ന് വന്നിട്ട് അടുക്കളയിൽ കഞ്ഞിയും കറി ഉണ്ടാക്കണ കാര്യം വന്നപ്പോൾ തൊട്ട് പറഞ്ഞത് ചുമ്മാ നിങ്ങൾക്കൊരു ക്ഷീണം തോന്നി ഇപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. വലതുകര ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ.